മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി തുടങ്ങി സർക്കാർ. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ അന്വേഷണത്തിന്റെ രഹസ്യരേഖകൾ MLA ആയിരുന്ന PV അൻവറിന് ചോർത്തി നൽകിയ DYSPയെ സസ്പെൻഡ് ചെയ്തു. പോലീസ് മേധാവിയുടെ ശുപാർശ അംഗീകരിച്ച് DYSP MI ഷാജിയെയാണ് ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷാജി മേലുദ്യോഗസ്ഥരോടുള്ള പ്രതികാരം തീർക്കാൻ അന്വേഷണ റിപ്പോർട്ട് ചോർത്തിയെന്ന് രഹസ്യാന്വേഷണത്തിൽ കണ്ടെത്തി. ഷാജിയുടെ ടൂർ നോട്ട്, വെഹിക്കിൾ ഡയറി, വീക്ക്ലി ഡയറി, സ്വകാര്യ നമ്പറിലെ ഫോൺ വിളി രേഖകൾ എന്നിവ പരിശോധിച്ചപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രഹസ്യ നീക്കം നടന്നതായി കണ്ടെത്തി. ചില രാഷ്ട്രീയക്കാർ സൃഷ്ടിച്ച സാഹചര്യം ചൂഷണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. അന്വേഷണ റിപ്പോർട്ട് സെൻസേഷൻ കേസിൽ പുറത്തു നൽകിയത് മുതിർന്ന ഉദ്യോഗസ്ഥനോടുള്ള പ്രതികാരം തീർക്കാനാണ്. മറ്റൊരാളുടെ വിലാസത്തിലെടുത്ത സിം കാർഡ് ഷാജി ഉപയോഗിച്ചതായും മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരായ വിവാദങ്ങളുടെ സൂത്രധാരന്മാരുമായി ഷാജി ബന്ധപ്പെട്ടതായും കണ്ടെത്തി. രഹസ്യരേഖയായ അന്വേഷണ റിപ്പോർട്ടുകൾ പുറമേയുള്ളവർക്ക് ചോർത്തിയത് ഗുരുതര കുറ്റമാണ്. ഈ രേഖകൾ PV അൻവർ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണവും ഉന്നയിച്ചു. രേഖകൾ ചോർന്നതിൽ ഷാജിക്ക് പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അച്ചടക്ക നടപടിയെടുക്കാൻ DGP ശുപാർശ ചെയ്യുകയായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ ഷാജി കുറ്റക്കാരനാണെന്ന് കണ്ടാണ് സസ്പെൻഷൻ. വകുപ്പ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടു. അന്വേഷണത്തിന് ഉദ്യോഗസ്ഥരുടെ പാനൽ DGP ഉടൻ നൽകാനും നിർദ്ദേശിച്ചു. ആരോപണമുയർന്നപ്പോൾ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിലായിരുന്ന ഷാജിയെ കാസർകോട്ടേക്ക് മാറ്റിയിരുന്നു. ആശ്രമം കത്തിച്ച കേസിൽ പോലീസ് കേസ് വഴിതിരിച്ചുവിട്ടെന്ന ഗുരുതരമായ ആരോപണമാണ് അൻവർ ഉന്നയിച്ചത്. പ്രതികളെ രക്ഷിക്കാൻ ശ്രമമുണ്ടായി. കേസ് അന്വേഷിച്ച DYSP വിരമിച്ച ശേഷം BJPയുടെ ബൂത്ത് ഏജന്റായി. സന്ദീപാനന്ദഗിരിയാണ് ആശ്രമം കത്തിച്ചതെന്ന് പോലീസ് പ്രചരിപ്പിച്ചു. ഒരു ഘട്ടത്തിൽ സന്ദീപാനന്ദഗിരിയെ കേസിൽ കുടുക്കാൻ വരെ നോക്കി. സ്വാമിക്ക് പേരെടുക്കാൻ വേണ്ടിയാണ് ആശ്രമം കത്തിച്ചത് എന്ന പ്രചാരണമുണ്ടായി. പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ട് മറ്റൊരു സംഘത്തെ നിയോഗിച്ചാണ് പ്രതികളെ പിടികൂടിയത്. കേസ് സംബന്ധിച്ച ഇന്റലിജൻസ് റിപ്പോർട്ട് ADGP MR അജിത് കുമാറിന്റെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി PK ശശിയുടെയും നേതൃത്വത്തിൽ മുക്കുകയുണ്ടായി. ഇപ്പോഴും റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി വിശ്വസിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു. ഇതായിരുന്നു അൻവറിന്റെ ആരോപണം. ഇത് സാധൂകരിക്കാനാണ് അന്വേഷണ രേഖകൾ അൻവർ പുറത്തുവിട്ടത്. ഇത് പോലീസിൽ നിന്ന് പുറമേയുള്ളവർക്ക് സാധാരണഗതിയിൽ ലഭിക്കാത്തവയായിരുന്നു.